മംഗളൂരുവിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനം കൊള്ളയടിക്കാൻ ശ്രമിച്ച 2 മലയാളികൾ പിടിയിൽ. ഇടുക്കി സ്വദേശി മുരളി, കാഞ്ഞങ്ങാട് സ്വദേശി ഹർഷാദ് എന്നിവരാണ് പിടിയിലായത്. സംഘത്തിലെ ഒരാൾ രക്ഷപ്പെട്ടു. കെ.വി. ബൈജു ചേരുന്നു വിവരങ്ങളുമായി. ബൈജുവിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. മംഗളൂരുവിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ കൊള്ള നടത്താൻ ശ്രമിച്ച 2 മലയാളികളാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ഇടുക്കി സ്വദേശി മുരളി, കാഞ്ഞങ്ങാട് സ്വദേശി ഹർഷാദ് എന്നിവരാണ് പിടിയിലായത്. സംഘത്തിൽ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. ഇയാൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലെ വിവരം. കെ.വി. ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഇതെപ്പോഴായിരുന്നു സംഭവം? കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. മംഗളൂരുവിലെ കൊണാജ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ദേർലക്കട്ട ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന മുത്തൂറ്റ് ധനകാര്യ സ്ഥാപനമാണ് ഈ കൊള്ളയടിക്കാൻ ശ്രമം ഉണ്ടായത്. ഏതായാലും സംഭവവുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് സ്വദേശി ഉൾപ്പെടെ, അതായത് ഇടുക്കി സ്വദേശി മുരളി, കാഞ്ഞങ്ങാട് സ്വദേശി അർഷാദ് എന്നിവരെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഈ സംഭവം അബ്ദുൾ സലാം എന്ന ഒരാൾ ഈ സംഭവ സമയത്ത് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇയാൾക്കായുള്ള അന്വേഷണവും ഊർജിതമാക്കിയിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അതായത് ഈ ദേർലക്കട്ട SM ടിംബേഴ്സിന്റെ ഉടമസ്ഥയിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ഈ മുത്തൂറ്റ് ധനകാര്യ സ്ഥാപനത്തിന്റെ ബ്രാഞ്ചിലാണ് ഈ ശ്രമം ഉണ്ടായത്. അതായത് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് പൂട്ടുമുറിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അലാറം മുഴങ്ങുകയായിരുന്നു. ഇതോടെ സ്ഥാപനത്തിന്റെ കൺട്രോൾ റൂമിലേക്കും ഇത്തരത്തിൽ സന്ദേശം പോയി. തുടർന്ന് ഫിനാൻസ് അധികൃതർ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു. ഇതിനിടയിൽ തന്നെ ഈ അലാറം മുഴങ്ങുന്ന ശബ്ദം കേട്ട് നാട്ടുകാർ ഓടിയെത്തുകയും ഈ കെട്ടിടം കളഞ്ഞ് ഈ 2 പേരെ ഇത്തരത്തിൽ അകത്ത് പൂട്ടിയിടുകയുമായിരുന്നു. ASP ധന്യ നായക്, അതുപോലെ തന്നെ കൊണാജ ഇൻസ്പെക്ടർ രാജേന്ദ്രൻ സ്ഥലത്തെത്തിയാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. അബ്ദുൾ ലത്തീഫിനെ വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് പറഞ്ഞു. ഈ മുരളിക്കെതിരെ ചന്ദേര പോലീസിൽ നേരത്തെ വിജയ ബാങ്ക് ശാഖയിൽ നടന്ന കവർച്ചയുമായി ബന്ധപ്പെട്ട ഒരു കേസ് നിലവിലുണ്ടെന്നും പോലീസ് പറയുന്നുണ്ട്. കെ.വി. ബൈജു ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2 മലയാളികളാണ് മംഗളൂരുവിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനം കൊള്ളയടിക്കാൻ ശ്രമിച്ചതിൽ പിടിയിലായിട്ടുള്ളത്. ഒരാൾ രക്ഷപ്പെട്ടിരിക്കുന്നു. ഈ പ്രതികളെ സംബന്ധിച്ച് ബൈജു കൂടുതലായി എന്തൊക്കെ വിവരങ്ങൾ പോലീസ് കൈമാറുന്നുണ്ട് നമുക്ക്? മുരളിക്കെതിരെയാണ് ഇത്തരത്തിൽ നേരത്തെ ഒരു ബാങ്ക് കവർച്ചയുമായി ബന്ധപ്പെട്ട് പോലീസ് വിവരം നൽകുന്നത്. അതേസമയം തന്നെ അർഷാദിനെ പിടികൂടാനുണ്ട്. ഈ അർഷാദിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനുണ്ട്. ഇയാൾ ഏതെങ്കിലും കേസിൽ നേരത്തെ പ്രതിയായിട്ടുണ്ടോ എന്ന്. അതേസമയം തന്നെ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് തലപ്പാടിയിൽ, അതായത് കേരള അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ബാങ്കിൽ ഇത്തരത്തിൽ ഒരു പട്ടാപ്പകൽ തോക്കു ചൂണ്ടി കവർച്ച നടന്ന ഒരു സംഭവം ഉണ്ടായത്. 1 കോടിയോളം രൂപ അന്ന് കവർച്ച നടത്തുകയും ചെയ്തു. ഇതിൽ പ്രതികളെല്ലാം പിടിയിലായിട്ടുണ്ട്. അതേസമയം തന്നെ പോലീസ് ഇതിനെ തുടർന്ന് ശക്തമായ നിരീക്ഷണം ഈ പ്രദേശങ്ങളിലൊക്കെ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് അതിർത്തിയിൽ കേരളത്തിൽ നിന്നും വരുന്ന വാഹനങ്ങൾ, കർണാടകയിലേക്ക് കടന്നു പോകുന്ന വാഹനങ്ങളെല്ലാം പരിശോധിക്കുക. രാത്രികാലങ്ങളിൽ മംഗളൂരു പ്രദേശങ്ങളിൽ വലിയ തോതിൽ പരിശോധന നടത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. കർണാടകയിൽ ബാംഗ്ലൂരുവിലും സമാനമായ രീതിയിൽ തോക്ക് ചൂണ്ടി പണം കവർച്ച ചെയ്യുന്ന സംഭവമൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ബാങ്കുകൾ കേന്ദ്രീകരിച്ച് കവർച്ച തുടരുന്ന ഒരു സാഹചര്യം കർണാടകയിലുണ്ട്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത്. ഞായറാഴ്ച പുലർച്ചെയായിരുന്നു ഈ സംഭവം ഉണ്ടായിരുന്നത്. ഏതായാലും ഈ അലാറം മുഴങ്ങിയത് കൊണ്ടാണ് ഈ കവർച്ചാ ശ്രമം പാളിയതും പോലീസിന് പ്രതികളെ പിടികൂടാൻ സാധിച്ചത്. ഇനി മറ്റ് പ്രതിയെ കൂടി, അർഷാദിനെ കൂടി പിടികൂടാനുണ്ട്. ഇയാൾ കാസർഗോഡ് സ്വദേശിയാണ്. ഇയാളെ കൂടി പിടികൂടിയാൽ മാത്രമേ ഇയാൾക്ക് മറ്റേതെങ്കിലും കേസ് നിലവിലുണ്ടോ എന്ന് അറിയാൻ പറ്റൂ. ഏതായാലും ഇപ്പോൾ അറസ്റ്റിലായ മുരളിക്കെതിരെയാണ്, ഇടുക്കി സ്വദേശി മുരളിക്കെതിരെയാണ് നേരത്തെയും ബാങ്ക് കവർച്ചാ ശ്രമമായി കേസ് ഉള്ളത്. ഏതായാലും മറ്റ് കൂടുതൽ വിവരങ്ങൾ ഇനി ഇതിൽ നിന്നും നമുക്ക് അറിയാനുണ്ട്. അത് അർഷാദിനെ പിടികൂടിയാൽ മാത്രമേ അത്തരം വിവരങ്ങൾ ലഭ്യമാകൂ. അതെ, തീർച്ചയായും. കെ.വി. ബൈജു ആണ് വിശദാംശങ്ങൾ നൽകിയത്. വലിയൊരു കൊള്ള ശ്രമമാണ് പൊളിഞ്ഞത്. അലാറം അടിച്ചതോടുകൂടി നാട്ടുകാർ ആ സ്ഥാപനം വളയുകയും കള്ളന്മാരെ കയ്യോടെ പിടിച്ച് പോലീസിന് കൈമാറുകയും ചെയ്യുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. 2 മലയാളികളാണ് പിടിയിലായിട്ടുള്ളത്. ഒരാൾ രക്ഷപ്പെട്ടു. അയാൾക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്.